Hello guys, welcome back Swanaki. It's been a long time. So today I plan to do a topic on vertex position, how to find a vertex position. So before doing that vertex position, I have an apology that some friends have asked me to do videos in English. So I'm so sorry that I will be doing my teaching videos in Malayalam voice. Why? Because I couldn't find videos in any Malayalam, but I can find in English, Hindi, and in other languages, but I couldn't find in Malayalam. That's why I plan to do all my teaching contents in Malayalam voice. So I'm so sorry for the guys who have asked me to do in English. So let's come to the topic. നമുക്ക് ഇവിടെ ടോപ്പിക്കിലോട്ട് വരാം. ഹൗ ടു ഫൈൻഡ് എ വെർട്ടെക്സ് പൊസിഷൻ. അപ്പോൾ ഈ വെർട്ടെക്സ് പൊസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് TCN എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പം ഈ വെർട്ടെക്സ് പൊസിഷൻ കണ്ടുപിടിക്കാൻ എൻ്റെ ഗ്രേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിലാണ് ഈ വെർട്ടെക്സ് പൊസിഷൻ്റെ ഇത് കണ്ടുപിടിക്കും. നോർമലി അത് ചിലപ്പോൾ വെർട്ടെക്സ് പൊസിഷൻ ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. കഴിഞ്ഞ മീ ബാച്ചിലെ എക്സാം, മീൻസ് PM ബാച്ചിലെ എക്സാമിൽ ആ ഒരു വെർട്ടെക്സ് പൊസിഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചില്ല. ആ ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസും ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും മാത്രമേ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളൂ. വെർട്ടെക്സ് പൊസിഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല. സോ വെർട്ടെക്സ് പൊസിഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ വെർട്ടെക്സ് പൊസിഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇനിഷ്യൽ കോഴ്സ്. നമുക്ക് ഇനിഷ്യൽ കോഴ്സ് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് ഫൈനൽ കോഴ്സ് അറിഞ്ഞിരിക്കണം. ഈ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും നമ്മൾ ഓൾറെഡി മീൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നതാണ്. മീൻസ് ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് കഴിഞ്ഞ് ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഇനിഷ്യൽ കോഴ്സ് ഫൈനൽ കോഴ്സ് അതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അതെല്ലാം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെർട്ടെക്സ് പൊസിഷനെ പറ്റി മാത്രമാണ്. അപ്പോൾ ആദ്യം സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് വെർട്ടെക്സ് പൊസിഷൻ. നമ്മൾ ഇപ്പോൾ ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ നോർമലി നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കും അല്ലേ. നമുക്ക് നോർമലി ഇപ്പോൾ ഇതാണ് എൻ്റെ വെസൽ ഇപ്പോൾ ഈസ്റ്റേർലി മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഓക്കെ, എൻ്റെ വെസൽ ഈസ്റ്റേർലി മൂവ് ചെയ്യും. അപ്പോൾ ഇത് A എന്ന് പറയുന്നത് ഇനിഷ്യൽ കോഴ്സ്, B എന്ന് പറയുന്നത് ഫൈനൽ കോഴ്സ്, അതൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ എവിടെ വരും? മീൻസ് ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് വരും, അതോ ട്രയാങ്കിളിൻ്റെ പുറത്ത് വരും. ആദ്യം നമ്മൾ അതാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഫസ്റ്റ് ഈ ഫിഗറാണ് വരയ്ക്കുക. എന്ന് വെച്ചാൽ ഈ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്യണം. ട്രയാങ്കിളിൻ്റെ ഇൻസൈഡ് ആണോ അതോ ട്രയാങ്കിളിൻ്റെ ഔട്ട് സൈഡ് ആണോ? അപ്പം ആദ്യം ട്രയാങ്കിളിൻ്റെ ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മുടെ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും സെയിം ക്വാർട്ടറിലാണ്. നമ്മുടെ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും സെയിം ക്വാർട്ടറിലാണെങ്കിൽ നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ പുറത്ത് വരും. നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ ഔട്ട്സൈഡ് വരും. ഓക്കെ, നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ ഔട്ട്സൈഡ് വരും. ഔട്ട്സൈഡ് ഏത് ഭാഗത്ത്? ഇപ്പുറത്തും വരാം, അപ്പുറത്തും വരാം. സോ അതിലൊരു കാര്യമുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് A ആണോ B ആണോ അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഏതാണോ ആ സൈഡിലോട്ട് നമ്മൾ വെർട്ടെക്സ് പൊസിഷൻ വരും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വെർട്ടെക്സ് പൊസിഷൻ വരയ്ക്കാനാണ്. ഓക്കെ, സോ ഓൾറെഡി നമുക്കറിയാം. ഇപ്പോൾ സപ്പോസ് A എന്ന് പറയുന്നത് 60 ഡിഗ്രി നോർത്ത്, B എന്ന് പറയുന്നത് 75 ഡിഗ്രി നോർത്ത് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വെർട്ടെക്സ് പൊസിഷൻ വരയ്ക്കാൻ പോകുന്നത് സപ്പോസ് ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും സെയിം ആണെന്ന് കരുതുക. അപ്പം 75 ഡിഗ്രി നോർത്താണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ വെർട്ടെക്സ് പൊസിഷൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ നിന്ന് ഈ പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും സെയിം ക്വാഡ്രന്റിൽ വന്ന വെർട്ടെക്സ് പൊസിഷൻ ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ ആയിരിക്കും. അത് ഏത് സൈഡിലാണ്? ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് സൈഡിലാണ് വെർട്ടെക്സ് പൊസിഷൻ വരുന്നത്. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും ഡിഫറെൻറ്റ് ക്വാഡ്രന്റ് ആണ്. ഡിഫറെൻറ്റ് ക്വാഡ്രന്റ് നമ്മുടെ ഈ ക്വാഡ്രന്റ് ഇല്ലേ, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്, ഇതിൽ ഈ ക്വാഡ്രന്റാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഇനിഷ്യൽ കോഴ്സും നമ്മൾ ലാസ്റ്റ് നമ്മൾ അതിനെ ക്വാഡ്രന്റിലോട്ട് ആക്കണം. നമുക്ക് ട്രൂ കോഴ്സ് കിട്ടും, ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കിട്ടും. ആ കോഴ്സ് നമ്മൾ ഇനി ഇതിലോട്ടാക്കണം, കൺവേർട്ട് ചെയ്യണം. ക്വാഡ്രന്റ് കോഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വെർട്ടെക്സ് പൊസിഷൻ കണ്ടുപിടിക്കുക.
അപ്പോൾ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും ഡിഫറെൻ്റ് ആണ്. രണ്ടും വേറെ വേറെ ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആയിരിക്കും. നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ ഇൻസൈഡ് ദ ട്രയാങ്കിൾ. ഡിഫറെൻ്റ് ആണെങ്കിൽ വെർട്ടെക്സ് പൊസിഷൻ ഇൻസൈഡ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ അകത്തായിരിക്കും നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ വരുന്നത്. സപ്പോസ് ഞാൻ മാർക്കാൻ പോവുകയാണ്, എൻ്റെ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും സെയിം ആണ്, നോ ഡിഫറെൻ്റ് ആണ്, രണ്ടും രണ്ട് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ വെർട്ടെക്സ് പൊസിഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയും. ഓക്കെ, നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ എവിടെ വരും, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് സിമ്പിളാണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഒരു ഇക്വേഷനാണ്. നമുക്ക് ലാറ്റിറ്റ്യൂഡ്, നമുക്ക് ആക്ച്വലി വെർട്ടെക്സ് പൊസിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡാണ് കണ്ടുപിടിക്കുന്നത്. സോ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിത് NPS റൂളൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. ആക്ച്വലി ഞാൻ NPS റൂളല്ല യൂസ് ചെയ്യുന്നത്, പക്ഷെ എക്സാമിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ബൈ NPS റൂൾ ആ ഡയഗ്രാം, ആ സർക്കിൾ പൈ പോലത്തെ ഡയഗ്രാമൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഞാൻ ഇവിടെ സിമ്പിളായിട്ടൊരു ഇക്വേഷൻ, ഞാൻ സിമ്പിളല്ല മീൻസ് എനിക്കെന്തോ ഞാൻ ഒരു 3-4 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ ഇക്വേഷനായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ ഫോളോ അപ്പ് ചെയ്തത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ടു ഫൈൻഡ് ലാറ്റിറ്റ്യൂഡ്. ഏത് ലാറ്റിറ്റ്യൂഡ്, നമ്മുടെ വെർട്ടെക്സിൻ്റെ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ വെർട്ടെക്സിൻ്റെ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ PV = സൈൻ PA ഇൻറ്റു സൈൻ A. ഈ P എന്ന് പറയുന്നതും A എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യമാണ്. ഈ PA എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ഈ ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് A, ഇത് B, ഇത് P. ഈ സൈഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കും. നമുക്ക് ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ ഈ രണ്ട് സൈഡും 90 മൈനസ് അല്ലെങ്കിൽ 90 പ്ലസ് ചെയ്ത് നമ്മൾ ഈ സൈഡ് കണ്ടുപിടിക്കും. ആ P ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഈ സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രന്റൽ കോഴ്സ്. ഓക്കെ, നമ്മുടെ ഇനിഷ്യൽ കോഴ്സ് കണ്ടുപിടിച്ച് അതിന് ക്വാഡ്രന്റൽ കോഴ്സിൽ ഔട്ടാക്കും. അപ്പോൾ ആ ക്വാഡ്രന്റൽ കോഴ്സാണ് നമ്മൾ സൈൻ എയുടെ സ്ഥാനത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം PV. ഓക്കെ, PV കണ്ടുപിടിക്കാം. ഇതിൻ്റെ കണ്ടുപിടിക്കുക, സൈൻ ഇൻവേഴ്സ് കൊടുക്കുക, നമുക്ക് PV കിട്ടും. അപ്പോൾ PV നമുക്കൊരു ആൻസർ കിട്ടും. സപ്പോസ് അത് നമുക്ക് Z ആയിട്ട് എടുക്കാം. ഓക്കെ, PVയുടെ ആൻസർ Z. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് V, ലാറ്റിറ്റ്യൂഡ് ഓഫ് വെർട്ടെക്സ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് ഓഫ് വെർട്ടെക്സ് എന്ന് പറയുന്നത് 90 ഡിഗ്രി മൈനസ് Z. നമ്മൾ കണ്ടുപിടിച്ച PV ആ വാല്യൂ ഈ 90 മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് വെർട്ടെക്സിൻ്റെ ലാറ്റിറ്റ്യൂഡ് കിട്ടും. സോ ആ പോർഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ലോങ്ങിറ്റ്യൂഡ് ഓഫ് വെർട്ടെക്സ്. ലോങ്ങിറ്റ്യൂഡ് ഓഫ് വെർട്ടെക്സ് കണ്ടുപിടിക്കാനാണ് സ്റ്റെപ്പ്. അതിലും ഇതുപോലെ ഒരു ഇക്വേഷൻ തന്നെ, tan = 1/cos EA ഇൻറ്റു tan A. സെയിം പോലെ തന്നെ നമ്മുടെ PA, ഞാൻ നേരത്തെ പറഞ്ഞത് PA A, ഇതിൻ്റെ P വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. P വാല്യൂ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് tan ഇൻവേഴ്സ് ചെയ്യാം. ഈ P എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഡീലോങ് ആണ്. ഡീലോങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഡീലോങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ ആൻസറിനെ നമ്മൾ ഇനിഷ്യൽ ലോങ്, ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ ലോങ്ങിറ്റ്യൂഡ് തന്നിരിക്കും അല്ലേ. അപ്പം ആ ഇനിഷ്യൽ ലോങ്ങിറ്റ്യൂഡിൻ്റെ കൂടെ നമ്മൾ ഈ P ചെയ്യണം. അപ്പം നമ്മുടെ ഫൈനൽ ലോങ്ങിറ്റ്യൂഡ് ഓഫ് വെർട്ടെക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത ഈ മെത്തേഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നോട് മീൻസ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടി. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മൾ ഈ P നമ്മൾ കണ്ടുപിടിച്ചു. P കണ്ടുപിടിച്ചതിന് ശേഷം ഇനിഷ്യൽ ലോങ്, അത് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കും. ഇനിഷ്യൽ ലോങ്ങും ഫൈനൽ ലോങ്ങും ഒക്കെ അല്ല, ഇനിഷ്യൽ ലോങ് നമുക്ക് തന്നേക്കും. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന എയും ബിയും ആയിരിക്കുമല്ലോ, ഏറ്റവും ലോങ് ഒക്കെ തന്നേക്കും. അപ്പോൾ അതിലെ ഇനിഷ്യൽ ലോങ്, ഓക്കെ, ഇനിഷ്യൽ ലോങ്ങും P നമ്മൾ ഓൾറെഡി ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. ആ P ആക്ച്വലി ഡി ലോങ് ആയിട്ടാണ് എടുക്കുന്നത് നമ്മൾ. അപ്പോൾ ആ ഡി ലോങ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ലോങ്ങിറ്റ്യൂഡ് വെർട്ടെക്സ് കിട്ടും.
അപ്പോൾ നമ്മുടെ ഫൈനൽ ലാറ്റിറ്റ്യൂഡും കിട്ടി, ഫൈനൽ ലോഞ്ചിറ്റ്യൂഡും കിട്ടി. അപ്പോൾ ഫൈനൽ ആൻസർ എന്തോ ദ പൊസിഷൻ ഓഫ് വെർട്ടെക്സ് കണ്ടുപിടിച്ച ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. അപ്പോൾ ഈ 3 സ്റ്റെപ്പും ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നൈസായിട്ട് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയേ ഉള്ളൂ. നമ്മൾ വെർട്ടെക്സ് പൊസിഷൻ കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ഒരു ടഫുമില്ല. അടുത്തത് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ചെയ്ത് തരും. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയ് 25 മെയ് 2025 ഒരു ക്വസ്റ്റ്യൻ ആണ്. AM ആണോ PM ആണോന്നും അറിയില്ല. അതിലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ്, ഇനിഷ്യൽ കോഴ്സ് ആൻഡ് പൊസിഷൻ ഓഫ് വെർട്ടെക്സ്. പൊസിഷൻ ഓഫ് വെർട്ടെക്സ് ഇത് 3 കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ഇനിഷ്യൽ കോഴ്സ് മാത്രമേ കണ്ടുപിടിക്കാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വെർട്ടെക്സ് ഓഫ് പൊസിഷൻ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൈനൽ കോഴ്സും കൂടെ കണ്ടുപിടിക്കണം. ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പൊസിഷൻ ഓഫ് വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രം പൊസിഷൻ 20 degree north, 075 degree west to 45 degree north, 050 degree west. Okay, from E position to E position. Okay, നമുക്ക് 2 പൊസിഷനും തന്നിട്ടുണ്ട്. ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഇനിഷ്യൽ കോഴ്സ് കണ്ടുപിടിക്കാൻ ഓൾറെഡി ചെയ്തതാണ്. പൊസിഷൻ ഓഫ് വെർട്ടെക്സ് ഞാൻ ഓൾറെഡി മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് എനിക്ക് ഇതിൽ കിട്ടുന്നത് 1945.8 ഓക്കെ, അതിൽ ഇനിഷ്യൽ കോഴ്സ് എനിക്ക് കിട്ടുന്നത് 033.9 ഡിഗ്രി. ഇതിൻ്റെ ഡയഗ്രാം വന്നിട്ട് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ വെസൽ ഈസ്റ്റേർലി മൂവ് ചെയ്യുന്നു ആൻഡ് ഇറ്റ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സോ A, B into P. ഓക്കെ, സോ ഇതിനെ കോർഡിനേറ്റിലാക്കുമ്പോൾ നമുക്ക് നോർത്ത് 33.9 ഡിഗ്രി ഈസ്റ്റ് കിട്ടും. ഓക്കെ, അടുത്തതിൻ്റെ ഫൈനൽ കോഴ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പൊസിഷൻ ഓഫ് വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസും ഇനിഷ്യൽ കോഴ്സും മാത്രമേ നിങ്ങൾ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫൈനൽ കോഴ്സും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. അല്ല, പൊസിഷൻ ഓഫ് വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കണ്ടുപിടിച്ച് പറ്റത്തുള്ളൂ. സോ അതിൻ്റെ ഫൈനൽ കോഴ്സ് ഇവിടെ വരുന്നത് 048 ഡിഗ്രി ട്രൂ. അതിൻ്റെ കോർഡിനേറ്റ് കോഴ്സ് വന്നിട്ട് നോർത്ത് 40 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ, ഞാൻ ഈ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കണ്ടുപിടിക്കേണ്ട ഒരു വീഡിയോ ഞാൻ അടുത്ത സെക്ഷനിൽ നേടാം. എന്നുവെച്ചാൽ നമുക്ക് എളുപ്പമല്ല. ഒരു ഡയഗ്രാം വെച്ച് നമുക്ക് ഇങ്ങനെ മീൻസ് ഒന്ന് ആഡ് ചെയ്യണോ സബ്സ്ട്രാക്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ അടുത്ത സെക്ഷനിൽ ഇടാം. ഓക്കെ, ഇതിലിപ്പോൾ എൻ്റെ ക്വാഡ്രൻ്റ് രണ്ടും സെയിം ആണ്. 2 കോഴ്സും സെയിം ക്വാഡ്രൻ്റിലാണ്. അപ്പോൾ നമ്മുടെ ഫിഗർ ആയിരിക്കും നമ്മൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. സെയിം ക്വാഡ്രൻ്റ് ആണെങ്കിൽ നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ ആയിരിക്കും. ഏത് ഭാഗത്തായിരിക്കും ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്? അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് 45 ഡിഗ്രി നോക്കാം. അപ്പോൾ ബി സൈഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് ഞാൻ വരച്ച പോലെ A, B, P എൻ്റെ വെസൽ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും ബിഗസ്റ്റ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 45 ഡിഗ്രി നോർത്താണ്, ഈ സൈഡാണ്. അപ്പോൾ നമ്മുടെ വെർട്ടെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ സൈഡിലോട്ട്. ഇതാണ് എൻ്റെ വെർട്ടെക്സ് പൊസിഷൻ. എന്തുകൊണ്ടാണ് വെർട്ടെക്സ് പൊസിഷൻ വന്നത്? രണ്ടും സെയിം ക്വാഡ്രൻ്റ് ആകുമ്പോൾ വെർട്ടെക്സ് പൊസിഷൻ ട്രയാങ്കിളിൻ്റെ ഔട്ട്സൈഡിൽ ബിഗ്ഗസ്റ്റ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ പൊസിഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്തത് ഞാൻ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇക്വേഷൻ ഞാൻ പറഞ്ഞു ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഡയൽ വരച്ചു. അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കാനാണ്. അപ്പം ഇക്വേഷൻ വന്നിട്ട് സൈൻ PB is equal to sin PA into sin A. സൈൻ പി എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ് വരുന്നത്. സൈൻ പി എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. സോ സൈൻ 70 ഇൻറ്റു സൈൻ എ എന്ന് പറയുന്നത് 33.9.
അപ്പോൾ 33.98. സോ എൻ്റെ പി വി വന്നിട്ട് 31 ഡിഗ്രി 34.3 മിനിറ്റ്സ് ആണ് എനിക്ക് വരുന്നത്. പക്ഷെ പി വി കിട്ടിയുള്ളൂ, നമുക്ക് ലാറ്റിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ത് കിട്ടും? 90 മൈനസ് പി നമുക്ക് 90 ഡിഗ്രി മൈനസ് 31 ഡിഗ്രി 34.3 മിനിറ്റ്സ്. ഇതിൻ്റെ ആൻസർ 58 ഡിഗ്രി 25.7 മിനിറ്റ് നോർത്ത്. ഓക്കെ, ഈ നോർത്ത് വന്നാൽ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഇനിഷ്യൽ കോഴ്സിൻ്റെ ക്വാഡ്രൻ്റ് എന്താണ്, അതാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡിന് ലോങ്ങിറ്റ്യൂഡിന് വിടാൻ നമുക്ക്. ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പി വാല്യൂ. അപ്പോൾ നമുക്ക് ലാറ്റിറ്റ്യൂഡ് ഓഫ് പി കിട്ടി. അടുത്തത് ലോങ്ങിറ്റ്യൂഡ് ഓഫ് ആണ്, അതെന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് 3. ഓക്കെ, സ്റ്റെപ്പ് 3 ചെയ്യുമ്പോൾ തന്നെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡ് ഓഫ് ബി, ലോങ്ങിറ്റ്യൂഡ് ഓഫ് വെർട്ടെക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ tan is equal to 1 by tan cos PA into tan A. Okay, so 1 by cos PA യുടെ കാര്യം പറഞ്ഞതാണ് 70 ഡിഗ്രി, tan A എന്ന് പറയുന്നത് 33.3. ഓക്കെ, പിന്നെ പി എന്ന് പറയുന്നത് 77 ഡിഗ്രി 3.4 മിനിറ്റ് ഈസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പിയുടെ വാല്യൂ. ഓക്കെ, അത് കഴിഞ്ഞ് ഇനിഷ്യൽ ലോ എന്ന് പറയുമ്പോൾ 0.75 ഡിഗ്രി വെസ്റ്റ്, ഇതാണ് നമ്മുടെ ഇനിഷ്യൽ ലോ. അപ്പോൾ നിങ്ങൾ ഇനിഷ്യൽ ലോങ് എന്ന് പറയുന്നത് 0.75 ഡിഗ്രി വെസ്റ്റ്. നമ്മുടെ പി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പി എന്ന് നമ്മൾ ഡി ലോങ് ആയിട്ട് കൺസിഡർ ചെയ്യുക. 0.77 ഡിഗ്രി 3.4 മിനിറ്റ് ഈസ്റ്റ്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം വഴിയുണ്ട്. നമ്മൾ ജസ്റ്റ് എന്നിട്ട് ഇത് 0, ഇത് 180, ഇങ്ങോട്ട് പോയ ഈസ്റ്റർലി, ഇങ്ങോട്ട് പോയ വെസ്റ്റർലി. ഓക്കെ, സോ തന്നിട്ടുണ്ട് പി എന്ന് പറയുന്നത് ഡി ലോങ് ആയിട്ട് എടുക്കുക. സോ നമ്മൾ ഡയഗ്രാം വരച്ചു. നിങ്ങളിപ്പോൾ ഏത് കൺസെപ്റ്റിലാണ് നിങ്ങളുടെ ഫൈനൽ ലോങ്ങിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്? ലോങ്ങും ഡി ലോങ്ങും ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഫൈനൽ ലോങ് കണ്ടുപിടിക്കുന്നത് ആ കോൺസെപ്റ്റിൽ ചെയ്തത്. ഞാൻ ഈ കോൺസെപ്റ്റാണ് യൂസ് ചെയ്തത്. ഈ ഡയഗ്രാം വരച്ചിട്ട് ഫൈനൽ ഇനിഷ്യൽ 0.75 വരെയാണ്. എൻ്റെ ഡി ലോങ് എന്ന് പറയുന്നത് ഈസ്റ്റേർലി ഡയറക്റ്റ്. അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഞാൻ ഇതിൽ ഇത് മൈനസ് ചെയ്യുമ്പോൾ 0.02 ഡിഗ്രി 3.4 മിനിറ്റ് ഈസ്റ്റാണ് വരുന്നത്. കാരണം ഞാൻ ഈ സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഇത് ഈസ്റ്റേർലി ആയിരിക്കും വരും. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലാറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ലോങ്ങും ഇത് കണ്ടുപിടിച്ചു. സോ വെർട്ടെക്സ് പൊസിഷൻ കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. സോ വെർട്ടെക്സ് പൊസിഷൻ്റെ ടോപ്പിക് ആയാലും ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.